അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബ് 27-ാം രാവാണ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത്. മിഅ്റാജിൻ്റെ രാവിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കറിയാവുന്നതാണ്. മിഅ്റാജിൻ്റെ രാവിലെ അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞ് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മിഅ്റാജിൻ്റെ രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങൾ സന്ദർശിച്ച് അള്ളാഹുവിനെ നേരിൽ കണ്ട രാവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വർഗവും നരകവും നേരിൽ കണ്ട രാവ് കൂടെയാണ് മിഅ്റാജിൻ്റെ രാവ്, റജബ് 27-ൻ്റെ രാവ്. ഇഹലോക ജീവിതത്തിലെ പ്രവൃത്തികൾക്ക് പ്രതിഫലമായി കിട്ടുന്ന നന്മയും തിന്മയും നേരിട്ട് റസൂല് മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാവ് കൂടെയാണ്. അതുപോലെ തന്നെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ട രാവ് കൂടെയാണ്. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഒരു രാവാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള രാവാണ് മിഅ്റാജിൻ്റെ രാവെന്ന് പറയുന്നത്. ഈ രാവിലെ നമ്മൾ ഇന്നത്തോടെ മഗ്‌രിബോട് കൂടി കയറി വരുന്ന റജബ് 27-ൻ്റെ ഈ ഒരു രാവിലും നാളത്തെ മിഅ്റാജിൻ്റെ പകലിൽ, അതായത് റജബ് 27-ന് കൂടുതൽ ചൊല്ലേണ്ടതുമായിട്ടുള്ള ഒരു ചെറിയ ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്റിനെ നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് ഒരു കൃഷിത്തോട്ടം തന്നെ പണിയുകയും ചെയ്തു തരും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ഈ കുഞ്ഞു ദിക്റാണ് ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടതും അധികരിപ്പിക്കേണ്ടതുമായിട്ടുള്ള ദിക്റ്. അതുപോലെ തന്നെ റജബ് 27-ന് നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ 60 ദിവസം നമ്മൾ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കൂലി നമുക്ക് ഈ ഒറ്റ രാവും പകൽ കൊണ്ടും നേടിയെടുക്കുവാൻ സാധിക്കും എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കയറി വരുന്ന ഈ ഒരു 27-ാം രാവിലും അതുപോലെ തന്നെ നാളത്തെ മിഅ്റാജിൻ്റെ പകലിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുവാൻ മുന്നൊരുങ്ങി നിൽക്കുക. ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക. അതിന് കൂടെ തന്നെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള നമ്മുടെ പല ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹു തആല ആ ദുആ നമ്മളിൽ നിന്നും കബൂലാക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്റ് നിങ്ങളുടെ അറിയാത്ത കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.